നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു തേങ്ങാ ചമ്മന്തി വളരെ ലൈറ്റായിട്ട് ചെയ്യുന്നൊരു സാധനമാണ്. നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഒത്തിരി ഒഴിക്കേണ്ട കാര്യമില്ല, വളരെ കുറച്ച്, നമുക്കതിനകത്ത് കുറച്ച് കരിയാപ്പില ഇടാം, കുറച്ച് ഇഞ്ചി, കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് വത്തലമുളക് ഇട്ടിട്ട് നമുക്കൊന്ന് നല്ലതായിട്ട് റോസ്റ്റ് ചെയ്യാം കേട്ടോ. വരട്ടെ. ഇത് ഞാൻ ചെയ്യുന്നത് ഇപ്പം നമ്മൾ ചുട്ട അരച്ചതൊക്കെ നമ്മൾ കൂട്ടിയിട്ടുണ്ട്. ഇത് ഞാനൊന്ന് വറുത്തെടുത്തിട്ട്, അതായത് വറുത്തങ്ങോട്ട് കരിപ്പിക്കുകയല്ല, ബ്രൗൺ പോലും ആക്കുന്നില്ല. നമ്മൾ ഈ ചെയ്യുന്ന ഇത് കുറച്ച് ഇതായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. നമ്മളത് കാണുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കൂട്ടുകാരെ, നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട്, അതായത് നമ്മുടെ മെമ്മറിയിൽ, അതായത് ജീവിതത്തിൽ നമ്മൾ ഈ ചമ്മന്തി കൂട്ടാത്ത ആൾക്കാരൊക്കെ റെയറാണ് ഒരു മലയാളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും. എന്നാൽ നേരെ മറിച്ച് ഞാൻ പറയാലോ, ചമ്മന്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാൽ കഴിക്കാത്ത ആൾക്കാരുണ്ട്, താല്പര്യമില്ലാത്തവരുണ്ട് ഒക്കെ ഉണ്ട്. എന്നാലും നമ്മുടെ ഒരു ഇത് ഇപ്പം ഞാനിപ്പം കേരളത്തിൽ താമസിക്കാത്ത ഒരാളാണ്. അപ്പം എൻ്റെ മക്കളൊന്നും ഒരു കാരണവശാലും അവർക്ക് ഈ ചമ്മന്തി എന്താന്ന് പോലും അറിയില്ല. പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ ഇത് അവർ ടേസ്റ്റ് ചെയ്യും. അവരുടെ ടേസ്റ്റുകളൊക്കെ വേറെ ആയതുകൊണ്ട് ചിലവർക്ക് താല്പര്യമുണ്ട്, ചിലവർക്ക് താല്പര്യം ഇല്ലാതെ വരും. പക്ഷെ ഡെഫിനറ്റ്ലി എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. നമ്മൾ ഒരു മലയാളി എന്ന് പറയുന്ന ഒരാൾക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് നമ്മളുടെ തേങ്ങാ ചമ്മന്തി. ഞാനിത് ഇപ്പോൾ കണ്ടില്ലേ, ഞാൻ ചുടുകയല്ല, ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിനകത്ത് ഞാൻ പുളി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് റോസ്റ്റ് ചെയ്യാം. അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് ഞാനിപ്പോൾ പറയുന്നില്ല. അമേസിങ്, നല്ല രീതിയിലും ഡിലീഷ്യസ് ആയിട്ടുള്ള, നല്ല എക്സലൻ്റ് ആയിട്ടുള്ള, നല്ല ടേസ്റ്റ് ആയിട്ടുള്ള, അത് എനിക്ക് പറയാൻ പറ്റില്ല. അത് നമുക്കത് ഓർക്കുമ്പം നമ്മുടെ വായിൽ വെള്ളം ഊറും. അത്ര ടേസ്റ്റാണ്. അതൊരു മലയാളിയുടെ, നമ്മളുടെ ഒരു അഹങ്കാരമായിട്ടുള്ള ഒരു, എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് ടേസ്റ്റുള്ളൊരു സാധനമാണ്. നിങ്ങൾ കൂട്ടുകാരെ ഇങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ, എനിക്ക് തോന്നുന്നു വളരെ റെയറായിട്ടായിരിക്കും ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നത്. നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളിത് ട്രൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം മറക്കരുത്, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഇത് നമുക്കൊരു ഒരു മിക്സിയിലിട്ടിട്ട്, ജാറിലിട്ടിട്ട് നമുക്കിന്ന് അരച്ചെടുക്കാം. വളരെ സിമ്പിളായിട്ട് നടക്കാൻ പോകുന്ന, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റും. വളരെ പെട്ടെന്ന് 10 മിനിറ്റ് കൊണ്ട് നടക്കുന്ന ഒരു കാര്യം. നോക്ക്, വളരെ ടേസ്റ്റുള്ള നമ്മളുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് കൂട്ടുകാരെ. നിങ്ങൾ ട്രൈ ചെയ്യണം. ഓക്കെ, താങ്ക് യു. സീ യു സൂൺ ടുമോറോ.